Doctor's Talk. Only on Radio for You 89.6 FM. നമസ്കാരം. റേഡിയോ ഫോർ യു 89.6 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഡോക്ടേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് എലിപ്പനി. എലിയിലൂടെയാണ് ഈ രോഗം പകരുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ രോഗം വന്നു കഴിഞ്ഞാലുള്ള ചികിത്സയെ പറ്റി അല്ലെങ്കിൽ ഇത് നടത്തുന്ന ടെസ്റ്റുകളെ പറ്റിയൊക്കെ നമുക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്ന് എലിപ്പനിയെ പറ്റി നമ്മളോട് സംസാരിക്കാനായി എത്തിയിരിക്കുന്നു ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ ധന്യ മനോജ്. ഡോക്ടർ സ്വാഗതം. നമസ്കാരം ഡോക്ടർ, നമുക്ക് ആദ്യം തന്നെ എലിപ്പനി എന്നാൽ എന്താണെന്ന് നോക്കാമല്ലേ? എലിപ്പനി എന്ന് പറഞ്ഞാൽ ഒരു സൂണോട്ടിക് ഡിസീസാണ്. എന്ന് വെച്ചാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന അസുഖമാണ്. ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ലെപ്റ്റോസ്പൈറ എന്ന ജീനസിൽ പെടുന്ന സ്പൈറോകീറ്റ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി. ഇപ്പൊ ശരിക്കും എലിപ്പനി എന്നുള്ളത് എലിയിൽ നിന്ന് മാത്രമല്ല, മറ്റ് ബാക്ടീരിയ ബാധിച്ചിരിക്കുന്ന ജന്തുക്കളിൽ നിന്നും പകരാൻ സാധ്യതയുണ്ടല്ലേ? എലിയിൽ നിന്ന് അല്ലെങ്കിൽ എലിമൂത്രത്തിൽ നിന്ന് മറ്റ് ഫാമിൽ വളർത്തുന്ന പശു, പന്നി, മുയൽ അതുപോലത്തെ മൃഗങ്ങളിലൊക്കെ ഈ അസുഖം വരാം. ആ മൃഗങ്ങളുടെ മൂത്രം വഴിയും നമ്മളിലേക്ക് ഈ അസുഖം പകരാം. ഡോക്ടർ, അപ്പോൾ എന്തൊക്കെയാണ് എലിപ്പനി വരാനുള്ള കാരണം? ഡോക്ടർ മുമ്പ് പറഞ്ഞ കാരണം മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൂടിയുണ്ടോ? എലിപ്പനി നമുക്ക് പകരുന്നത് എലിയുടെ മൂത്രത്തിൽ നിന്ന് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടാണ്. അല്ലെങ്കിൽ എലിമൂത്രത്തിൽ നിന്ന് മറ്റ് ഫാം അനിമൽസിൽ അല്ലെങ്കിൽ കാറ്റിൽസിലൊക്കെ വന്നിട്ട് അതിൻ്റെ മൂത്രത്തിലൂടെ അങ്ങനെ നമ്മൾ സമ്പർക്കം ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ അസുഖം വരുന്നത്. അപ്പോൾ ഇതിനൊരു റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എലിമൂത്രം കലർന്ന മണ്ണുമായിട്ടും അതുപോലെ തന്നെ എലിമൂത്രം കലർന്ന വെള്ളമായിട്ടും കൂടുതൽ ബന്ധപ്പെടുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഈ അസുഖം വരുന്നത്. അപ്പം അതൊരു ഒക്യുപ്പേഷണൽ ഹസാർഡ് എന്നാണ് നമ്മൾ അതിനെ പറയാം. എന്ന് വെച്ചാൽ അഗ്രികൾച്ചറൽ വർക്കേഴ്സ്, നമ്മളെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന ആൾക്കാർ, വയലിലൊക്കെ എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. എലി വരാനും എലിമൂത്രം അവിടെ കൂടുതലായിട്ടും ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ വാഴത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാർ, കരിമ്പൻ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാർ, മീൻ പിടിക്കുന്ന ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാർക്കെല്ലാം ഹൈ റിസ്ക്. ഇപ്പം നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ അടക്കം കാണുന്നുണ്ട്. മഴ പെയ്ത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിൽ എലിമൂത്രം ഉണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ അടക്കം എലിപ്പനി കാണുന്നുണ്ട്. ഇത് കൂടാണ്ട് പുഴയിൽ നീന്താൻ പോകുന്ന ആൾക്കാർക്ക്, അങ്ങനെ ടൂറിസ്റ്റുകൾക്കൊക്കെ എലിപ്പനി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ, എലിപ്പനി വന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ പനി പോലെ വന്നു കഴിഞ്ഞിട്ട് ഏതൊരു സമയത്താണ് ഇത് എലിപ്പനിയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്? ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 5 മുതൽ 14 ദിവസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലെത്തിയിട്ട് നമുക്ക് അസുഖം വരാനെടുക്കുന്നൊരു സമയമാണ്. അതിൽ 2 ദിവസം മുതൽ 20 ദിവസം വരെ അതിൻ്റെ റേഞ്ച് നിൽക്കും. എന്ന് വെച്ചാൽ ബാക്ടീരിയ ശരീരത്തിലെത്തി വിത്തിൻ 2 ദിവസം കൊണ്ട് നമുക്കിതിന് സിംറ്റംസ് വരും. ഈ അസുഖത്തിന് നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്: ഇക്ടെറിക് ലെപ്റ്റോസ്പൈറോസിസ്, അനിക്ടെറിക് ലെപ്റ്റോസ്പൈറോസിസ്, പിന്നെ സിവിയർ ലെപ്റ്റോസ്പൈറോസിസ്. അനിക്ടെറിക് എന്ന് വെച്ചാൽ അതിനൊരു മൈൽഡർ ഫോമാണ്, വളരെ തീവ്രത കുറഞ്ഞ ഒരു ഫോമാണ് ഈ അനിക്ടെറിക് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പനി ഉണ്ടാവാം. പനിയുടെ കൂടെ തന്നെ മസിൽ പെയിൻ, കൂടുതലായിട്ടും തൊടയുടെ മസിലിനും കാലിൻ്റെ മസിലിനും, കാഫ് മസിൽ എന്ന് പറയും, ഇവിടെയാണ് കൂടുതലായിട്ടും വേദന കാണാം. പിന്നെ കണ്ണിൽ ചോര പോലെയൊക്കെ, കണ്ണ് ചുമന്നിട്ട് കൺജങ്ക്റ്റൈവൽ കൺജഷൻ എന്ന് പറയും, ചിലപ്പോൾ ഹെമറേജ് ഉണ്ടാവാം. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ വയറുവേദന, ഛർദി, വയറ്റിളക്കം, അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടാവാം. അതൊരു മൈൽഡർ ഫോമാണ്. ഏകദേശം 90% ആൾക്കാരിലും ഈ ഒരു മൈൽഡർ ഫോമാണ് കാണുക. ട്രീറ്റ്മെൻറ്റ് എടുത്തപാട് തന്നെ നമുക്കത് കുറയുന്നതാണ്. അതിൽ കുറച്ച് ആൾക്കാരിൽ മാത്രം ഇക്ടെറിക് സ്റ്റേജിലേക്ക് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സിംറ്റംസിൻ്റെ കൂടെ മഞ്ഞപ്പിത്തവും കൂടി വരാനുള്ള സാധ്യതയുണ്ട് ഇക്ടെറിക്കിൽ. ഏകദേശം 5 മുതൽ 10% വരെ ആൾക്കാരിൽ മാത്രമേ ഇക്ടെറിക് ആയിട്ട് മാറുന്നുള്ളൂ. ഇക്ടെറിക് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ചിലപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ മൾട്ടി ഓർഗൻസിനെ അത് ബാധിക്കാം. എല്ലാ അവയവങ്ങളെയും, ശ്വാസകോശത്തെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം, അതുപോലെ തന്നെ ലിവറിനെ ബാധിക്കാം. ലിവറിനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഇത് ഇക്ടെറിസ് എന്ന് പറയുന്നത്. തലച്ചോറിനെ ബാധിക്കാം. അപ്പം മെനിഞ്ചൈറ്റിസ് വരാം, ARDS അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം വരാം, പെരികാർഡിറ്റിസ് വരാം, പാൻക്രിയാറ്റൈറ്റിസ് വരാം. അങ്ങനെ എല്ലാ അവയവത്തിനെയും ബാധിക്കാം. ഫൈനലി കോമയിലേക്കും മരണത്തിലേക്കും വരെ എത്തിയേക്കാം. അതിനാണ് നമ്മൾ സിവിയർ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു രോഗം എത്ര പെട്ടെന്നല്ലേ നമ്മുടെ ജീവിതം തന്നെ അല്ലെങ്കിൽ ജീവൻ തന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് ഏകദേശം ഒരു 90% ആൾക്കാരിലും മൈൽഡ് സിംറ്റംസ് മാത്രമേ കാണൂ. 5% ആൾക്കാരിൽ മാത്രമേ ഇത് സിവിയർ ലെപ്റ്റോസ്പൈറോസിസിലേക്ക് പോകുന്നുള്ളൂ. ഡോക്ടർ, ഇതിനുള്ള ചികിത്സ എന്താണ്? ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാന്നില്ല. ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്സ് ആണ് അതിനെ കൊടുക്കുന്നത്. നമ്മളത് പ്രൊഫൈലാക്സിസ് ആയിട്ടും കൊടുക്കും, പിന്നെ ട്രീറ്റ്മെൻ്റ് ആയിട്ടും കൊടുക്കുന്നത് ഡോക്സിസൈക്ലിൻ തന്നെ. പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം നമ്മുടെ ഈ വ്യക്തി എലിയുടെ മൂത്രം കലർന്ന മണ്ണുമായിട്ടോ അല്ലെങ്കിൽ ആ വെള്ളമായിട്ടോ സമ്പർക്കമുണ്ടെങ്കിൽ
അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമുക്ക് എലിപ്പനി വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ട് പ്രൊഫൈലാക്സിസ് ആയിട്ട് ഡോക്സിസൈക്ലിൻ കൊടുക്കും. അത് 200 മില്ലിഗ്രാം ഗുളിക ആഴ്ചയിൽ ഒരു ദിവസമാണ് പ്രൊഫൈലാക്സിസ് കൊടുക്കുന്നത്. ഒരു എക്സ്പോഷർ മാത്രമാണ്. എന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു വെള്ളക്കെട്ടുണ്ട്, അവർക്ക് ആ വെള്ളക്കെട്ട് കടന്നിട്ടായിരിക്കും ദിവസം പോകേണ്ടതെങ്കിൽ അതിൽ ചിലപ്പം എലിമൂത്രം കലർന്നിട്ടുണ്ടാവാം, ലെപ്റ്റോസ്പൈറോസിസ് വരാൻ സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്തിട്ട് നമ്മൾ അവർക്ക് ഡോക്സിസൈക്ലിൻ ഒരാഴ്ച കൊടുക്കും. പക്ഷേ ഡെയിലി ഇവർ ഈ വെള്ളം കടന്നിട്ടാണ് പോകുന്നതെങ്കിൽ എത്ര കാലമാണോ ഈ വ്യക്തി ആ സോഴ്സുമായിട്ട് എക്സ്പോഷർ ഉള്ളത് അത്രയും കാലത്തേക്ക് നമ്മൾ ഡോക്സിസൈക്ലിൻ കൊടുക്കും. ട്രീറ്റ്മെൻറ്റും നമ്മൾ ഡോക്സിസൈക്ലിൻ തന്നെയാണ്. അസുഖം വന്നു കഴിഞ്ഞാലും അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഡോക്സിസൈക്ലിൻ തന്നെയാണ്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ അസിട്രോമൈസിൻ ആണ് കൊടുക്കുക. എലിപ്പനിയുടെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? എലിമൂത്രം കലർന്ന മണ്ണിൽ നിന്നോ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നോ ആണ് നമുക്ക് ആ ഒരു അസുഖം വരുന്നത്. അപ്പോൾ ഒന്ന്, നമ്മുടെ സാനിറ്റേഷൻ, പരിസര ശുദ്ധീകരണം, നമ്മുടെ പരിസര ശുചിത്വം അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ എലിക്ക് കിട്ടുന്ന രീതിയിൽ കൂട്ടിയിടാണ്ടിരിക്കുക, വീട്ടിൻ്റെ പുറത്തൊക്കെ വേസ്റ്റ് കൂട്ടിയിടാണ്ടിരിക്കുക, എലി വരുന്ന സാഹചര്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. അതാണ് ഒന്ന്. പിന്നെ നമുക്ക് ഈ വെള്ളക്കെട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പാഡി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ബൂട്ട്സ് ധരിക്കുക. അതുപോലെ തന്നെ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഗ്ലൗസ് ധരിക്കുക. അങ്ങനത്തെ പ്രതിരോധ മാർഗങ്ങൾ എടുക്കുക. പിന്നെ ഇത് പകരുന്നത് ഒന്നെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ്, മൂക്ക്, വായ അതൊക്കെ വഴിയാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. അപ്പോൾ നീന്താൻ പോകുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതല്ലാണ്ട് തന്നെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ മുറിവുണ്ടെങ്കിൽ, കൈക്കോ കാലിനോ എവിടെയെങ്കിലുമൊക്കെ മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെയും ഈ ബാക്ടീരിയ ശരീരത്തിൽ കയറും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ആ മുറിവില്ല ആൾക്കാർ കഴിയുന്നതും ഇതുപോലത്തെ വെള്ളക്കെട്ടുമായിട്ടൊന്ന് കോണ്ടാക്ട് ഇല്ലാണ്ടിരിക്കുക. അല്ലെങ്കിൽ ആ മുറിവ് എത്രയും പെട്ടെന്ന് ഉണങ്ങാനില്ലതോ അല്ലെങ്കിൽ അത് പ്ലാസ്റ്റർ ഒട്ടിച്ച് അത് വെള്ളവുമായിട്ടോ മണ്ണുമായിട്ടോ കോണ്ടാക്ട് വരാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ വരുന്നൊരു ടീമാണ് സ്ലോട്ടർ ഹൗസിലില്ല, അറവുശാലയിലുള്ള ആൾക്കാർ. നമുക്ക് ഈ പശുവിനും അതുപോലെ തന്നെ ചെമ്മരിയാടിനും മുയലിനൊക്കെ എലിമൂത്രത്തിൽ നിന്ന് ലെപ്റ്റോസ്പൈറ അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ലോട്ടർ ഹൗസിലില്ല ആൾക്കാർക്കൊക്കെ ഇത് പകരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഇത് വരാണ്ടിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട്. ഡോക്ടർ, എലിപ്പനിക്ക് പ്രതിരോധ മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണോ? പ്രതിരോധ മരുന്ന് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഡോക്സിസൈക്ലിൻ കൊടുക്കുന്നുണ്ട്. ഡോക്ടർ, ലെപ്റ്റോസ്പൈറോസിസ് ബാക്ടീരിയ സമ്പർക്കത്തിലൂടെ പകരുന്നതാണോ? ലെപ്റ്റോസ്പൈറോസിസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. നമുക്ക് ഈ മൃഗങ്ങൾ വഴി അല്ലെങ്കിൽ മൃഗത്തിൻ്റെ മൂത്രങ്ങൾ വഴി കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്കത് പകരൂ. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, പച്ചക്കറി അതൊക്കെ എലിമൂത്രം കലർന്നതാണെങ്കിൽ അങ്ങനെ അത് കഴുകാണ്ടൊക്കെ കഴിക്കുന്ന സമയത്ത് അങ്ങനെ വരാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം, നമ്മുടെ സോഴ്സ് ഓഫ് വാട്ടറിൽ എലിമൂത്രം കലർന്നിട്ടുണ്ടെങ്കിൽ അത് കുടിക്കുന്ന സമയത്ത് തിളപ്പിക്കാണ്ടാണ് കുടിക്കുന്നെങ്കിൽ അങ്ങനെ നമുക്കത് വരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, ലെപ്റ്റോസ്പൈറോസിസിന് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ലെപ്റ്റോസ്പൈറോസിസിന് നോർമലി നമ്മൾ ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യും. ഒരു 1 to 3 days ആകുമ്പോഴത്തേക്കും നമുക്ക് സിംറ്റംസ് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ബ്ലഡിൽ ട്രോംബോസൈറ്റോപീനിയ എന്ന് പറയും, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. അതുപോലെ തന്നെ നമ്മുടെ സെറം ക്രിയാറ്റിനും ബ്ലഡ് യൂറിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടും. ഇപ്പം ഇക്ടറസ് ആണെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ വേരിയേഷൻ ഉണ്ടാവും, അത് കൂടും. പിന്നെ എലിസ എന്ന് പറഞ്ഞിട്ട് IgM ആൻറ്റിബോഡി നോക്കാൻ വേണ്ടിയിട്ട് IgM പോസിറ്റീവ് ആയിരിക്കും. ഇത് കൂടാണ്ട് തന്നെ നമ്മൾ DNA PCR ടെസ്റ്റ് ചെയ്യും, അത് പോസിറ്റീവ് ആയിരിക്കും. മാറ്റ് എന്ന് പറഞ്ഞിട്ട് മൈക്രോ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, ഇതൊക്കെയാണ് നമുക്ക് കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റുകൾ. ഡോക്ടർ, പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഡോക്ടറിനെ കാണേണ്ടത്? പനി വന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു പനിയായാലും നമ്മൾ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പാരസെറ്റമോൾ ഗുളിക വാങ്ങി കഴിക്കാണ്ട് നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ മരുന്ന് കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. അതിപ്പോൾ വൈറലാണോ ബാക്ടീരിയലാണോ നമുക്കറിയില്ല. അതുകൊണ്ട് ഏതൊരു പനി വന്നു കഴിഞ്ഞാലും ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം മരുന്ന് കഴിക്കുക. ഇപ്പം എലിപ്പനിയുടെ ലക്ഷണം തന്നെ ഇപ്പോൾ ഡെങ്കി ആണെങ്കിലും മലേറിയ ആണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം ഇത് ഡെങ്കി ആണോ, കാരണം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡെങ്കിയിലും കുറയുന്നുണ്ടാവും, ഈ ഹെമറേജിക് കണ്ടീഷൻസ് ഒക്കെ ഡെങ്കിയിലും വരാം. അതുകൊണ്ട് ഇത് ഡെങ്കി ആണോ മലേറിയ ആണോ എലിപ്പനി ആണോ എന്നുള്ളത് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ അത് കൺഫേം ചെയ്യണം. ഡോക്ടർ, ഇപ്പോൾ എലിപ്പനിക്കെതിരായിട്ടുള്ള വാക്സിൻ എന്ന നിലവിലുണ്ടോ? മൃഗങ്ങൾക്ക് എടുക്കുന്ന വാക്സിൻ ഉണ്ട് എലിപ്പനിക്കെതിരായിട്ട്. മനുഷ്യനിൽ നമുക്ക് ഇന്ത്യയിൽ ഇതുവരെ വാക്സിൻ കൊടുക്കുന്നില്ല. ചൈനയിലും ജപ്പാനിലും അങ്ങനെയുള്ള രാജ്യങ്ങളിലും ഫ്രാൻസിലൊക്കെ വാക്സിൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ വാക്സിൻ അത്രയും എഫക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വാക്സിൻ ഇല്ല. ഡോക്ടർ, ഇപ്പോൾ എലിപ്പനി ബാധിച്ചവർ അല്ലെങ്കിൽ ഒരു സാധാ പനിയുള്ളവർ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു മെഡിക്കൽ ഷോപ്പിൽ പോയി പാരാസെറ്റമോൾ വാങ്ങിച്ച് കഴിച്ച് ഈ പനി കുറയ്ക്കാൻ നോക്കുന്നു. ഇത് എത്രത്തോളം റിസ്കിയാണ്? എല്ലാ പനിയും ബാക്ടീരിയൽ ആവണമെന്നില്ല. ചിലത് വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം, വൈറൽ പനി ആവാം. പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പനി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടെമ്പറേച്ചർ മാത്രമേ കുറയുന്നുള്ളൂ. ഇത് ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിന് വലിയ എഫക്റ്റ് ഒന്നും വരുന്നില്ല. തൽക്കാലത്തേക്ക് നമുക്ക് ടെമ്പറേച്ചർ കുറയുന്നേ ഉള്ളൂ.
ഓർഗാനിസം അപ്പോഴും ശരീരത്തിലുണ്ട്. അത് പിന്നെയും കൂടുതൽ ശക്തമായിട്ട് നമുക്ക് മറ്റ് സിംറ്റംസ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ എലിപ്പനിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഡേഞ്ചർ സയൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം എലിപ്പനിയാണ് അല്ലെങ്കിൽ ഒരു ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറ നമ്മുടെ ശരീരത്തിൽ കയറി നമുക്കൊരു സിംറ്റംസ് ഉണ്ടാക്കി തുടങ്ങി. അതിലൊരു സിംറ്റം മാത്രമാണ് ഫീവർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഫാർമസി പോയിട്ട് ഒരു പാരസിറ്റമോൾ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ആ പനി പറയുന്ന ഒരു കമ്പോണൻറ്റ് മാത്രമേ അതിൽ കുറയുന്നുള്ളൂ. അത് കൂടാണ്ട് അതിൻ്റെ വേറെ കുറേ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഛർദി, വയറുവേദന, വയറ്റിളക്കം, മൾട്ടി ഓർഗൻ ഫെയിലിയറിലേക്ക് വരെ പോവാം. അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ വരും. അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ പോകും. ടെമ്പറേച്ചർ മാത്രം കുറയും, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ സീഷർ വരാം, അപസ്മാരം പോലെ ബ്ലീഡിങ് ടെൻഡൻസീസ് ഉണ്ടാവാം. എലിപ്പനിയാണെങ്കിൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുമ്പോഴത്തേക്കും ബ്ലീഡിങ് ടെൻഡൻസീസ് ഉണ്ടാവാം. നമ്മുടെ ആന്തരിക അവയവങ്ങളിലേക്ക് രക്തസ്രാവം ഉണ്ടാവാം, മഞ്ഞപ്പിത്തം കൂടാം, യൂറിൻ ഔട്ട്പുട്ട് കുറയും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ വരും. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോയിട്ട് നമുക്ക് കോമ വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം സ്വയം ചികിത്സ ഒരിക്കലും പാടില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് പനിയാണ് അല്ലെങ്കിൽ എന്ത് അസുഖമാണെന്ന് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രമേ മരുന്ന് കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പം നമ്മൾ മെഡിസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടതാണ് ആഡിക്വേറ്റ് റെസ്റ്റ്. നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഹൈഡ്രേഷൻ. ഈ 2 കാര്യങ്ങളും കൂടി നമ്മൾ എലിപ്പനിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റേഡിയോ ഫോർ യു 89.6 FM-ന്റെ ഡോക്ടേഴ്സ് ടോക്കിൽ ഇന്ന് നമ്മളോടൊപ്പം എലിപ്പനിയെ പറ്റി സംസാരിച്ചത് ഹെൽത്ത് ആൻഡ് വെൽനസ് നോഡൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ ധന്യ മനോജാണ്. ഡോക്ടർ നന്ദി. ഡോക്ടേഴ്സ് ടോക്ക് ഓൺലി ഓൺ റേഡിയോ ഫോർ യു 89.6 FM.